വെൽക്കം ബാക്ക് ടു ബൈനറി ബോർഡ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ലിങ്ക് ലിസ്റ്റിൻ്റെ ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് സിംഗിൾ ലിങ്ക് ലിസ്റ്റിൻ്റെ ഓപ്പറേഷൻസ്, എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. ദെൻ സിംഗിൾ ലിങ്ക് ലിസ്റ്റിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. ദെൻ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ഒരു സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും അതെങ്ങനെ ട്രാവേഴ്സ് ചെയ്യണം എന്നുള്ളതും, ദെൻ അതിലേക്ക് നമുക്ക് എലമെൻസിനെ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും. അപ്പോൾ നമുക്ക് പല രീതിയിൽ ഇൻസേർട്ട് ചെയ്യാം. ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്യാം, എനി ബിറ്റ്വീൻ എനി നോട്ട്സ് ഇൻസേർട്ട് ചെയ്യാം, എൻഡ് ഓഫ് ദി ലിസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. സോ അങ്ങനെയുള്ള എല്ലാ പോസിബിലിറ്റീസും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. സെയിം വേ ഡിലീഷനും എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കുന്നുണ്ട്. പിന്നെ കോപ്പിങ് എ ലിസ്റ്റ്, അതായത് ഒരു ലിസ്റ്റിൽ നിന്നും വേറൊരു ലിസ്റ്റിലേക്ക് കോപ്പി ചെയ്യുന്നതിനെയും മെർജ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും, ദെൻ ഹൗ ഡു യു സെർച്ച് ആൻ എലമെൻറ്റ് ഇൻ ദ ലിസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഒരു സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ആദ്യം നമുക്ക് നോഡ് ക്രിയേഷൻ്റെ അൽഗോരിതം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ എക്സാമിൽ അൽഗോരിതം എങ്ങനെയാണെന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അൽഗോരിതത്തിനാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നോഡ് ക്രിയേഷനിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഒരു നോഡ്, അതിനകത്തൊരു ഡേറ്റ പാർട്ട് ഉണ്ടാവണം, ഒരു ലിങ്ക് പാർട്ട് ഉണ്ടാവണം. അപ്പം ഡേറ്റ പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഇൻറ്റിജർ ആവാം, ക്യാരക്ടർ ആവാം. ദെൻ ലിങ്ക് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ പോയിന്റർ ആയിരിക്കും. ഇതേ നോഡിൻ്റെ അതേ ടൈപ്പിലേക്ക് പോയിന്റ് ചെയ്യുന്നത്, അതായത് ഈ ഒരു നോഡിൻ്റെ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു പോയിന്റർ ആയിരിക്കും ലിങ്ക്. അപ്പോൾ നമ്മൾ അൽഗോരിതം സ്റ്റാർട്ട്, ഡിക്ലെയർ ഇൻറ്റ് ഡേറ്റ, നോഡ് ലിങ്ക്, ദെൻ എക്സിറ്റ്. അപ്പോൾ സ്ട്രക്റ്റ് നോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അതിനകത്ത് ഞാൻ കൊടുക്കുന്നത് ഒരു ഇൻറ്റിജർ ഡേറ്റയും, ദെൻ അതിനകത്തുള്ളത് മറ്റൊരു ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഉണ്ട്. ലിങ്ക് ഈസ് എ പോയിന്റർ ആണ്. ദെൻ അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രക്റ്റ് നോഡാണ്. അപ്പോൾ സ്ട്രക്റ്റ് നോഡ് ടൈപ്പ് കൊടുക്കുന്ന എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ലിങ്കിനകത്ത് വരുന്ന അഡ്രസ്സ് എന്ന് പറയുന്ന മറ്റൊരു നോഡിൻ്റെ ഇതേ ടൈപ്പിലുള്ള, ഈ സ്ട്രക്ചറിൻ്റെ അതേ ടൈപ്പിലുള്ള മറ്റൊരു നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഈ ലിങ്ക് ഹോൾഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്പറേഷൻ നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമുക്കൊരു സിംഗിൾ ലിങ്ക് ലിസ്റ്റിൽ ട്രാവേഴ്സിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ലിങ്ക് അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡ് തൊട്ട് ലാസ്റ്റ് നോഡ് വരെ നമുക്ക് ട്രാവേഴ്സ് ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് നോഡിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേരും എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ആ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് നമുക്കൊരു ഹെഡ് എന്ന് പറയുന്ന ഒരു പോയിന്റർ ആയിരിക്കും ഫസ്റ്റ് നോഡിലേക്ക് പോയിന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോഡിലേക്ക് എത്തിച്ചേരാൻ ഹെഡ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നോഡിലേക്ക് എത്തിച്ചേരാം. പിന്നെ ആദ്യത്തെ നോഡിൻ്റെ ലിങ്ക് പാർട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് കിട്ടും. അങ്ങനെ ട്രാവേഴ്സ് ചെയ്ത് പോവാം. അൽഗോരിതം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പോയിന്ററിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്, പി ടി ആറിൻ്റെ വാല്യൂ ആദ്യം ഞാൻ ഹെഡിൻ്റെ വാല്യൂ ആയിട്ട് അസൈൻ ചെയ്യുന്നു. ദെൻ പി ടി ആർ നോട്ട് ഇക്വൽ ടു നൾ ആകുന്നത് വരേക്കും, അതായത് എൻഡ് ഓഫ് ദ നോഡ് ആകുന്നത് വരേക്കും എന്ത് ചെയ്യുക, നമ്മുടെ നോഡിൻ്റെ ഡേറ്റ പ്രിൻ്റ് ചെയ്യുക. ദെൻ പി ടി ആറിനെ അടുത്ത ഇതിലേക്കും നമുക്ക് മൂവ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ എൻ്റെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ നോഡിനകത്ത് ഒരു ഡേറ്റ പാർട്ടും ഉണ്ട്, അതുപോലെ തന്നെ ആ നോഡിനകത്ത് ഒരു ലിങ്ക് പാർട്ടും ഉണ്ടാവും. ഡേറ്റ പാർട്ടും ഉണ്ടാവും, ഒരു ലിങ്ക് പാർട്ടും ഉണ്ടാവും. ഡേറ്റ പാർട്ട് ആൻഡ് ലിങ്ക് പാർട്ട്. ഓക്കെ, അപ്പം ആദ്യത്തെ പോയിന്ററിനെ ഞാൻ എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്തു, ഹെഡിലേക്ക് പോയിന്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നോഡിലേക്കായിരിക്കും എൻ്റെ പോയിന്റർ പോയിന്റ് ചെയ്യുക. പി ടി ആർ ഡോട്ട് ഡേറ്റ എന്ന് പറയുമ്പം ആദ്യം പ്രിന്റ് ചെയ്യുന്ന എന്തായിരിക്കും, 10 ആയിരിക്കും. ദെൻ ഞാൻ അടുത്തതായിട്ട് പി ടി ആറിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് നോഡിലേക്ക് പോയിന്റ് ചെയ്യണം. നെക്സ്റ്റ് നോഡിലേക്ക് ഈ പി ടി ആറിനെ ട്രാവേഴ്സ് ചെയ്യണം. അതിനായിട്ട് നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് നമ്മുടെ ഈ ലിങ്ക് പാർട്ടിലുണ്ട്. ഇപ്പോഴത്തെ പി ടി ആറിൻ്റെ വാല്യൂ പി ടി ആർ ഡോട്ട് ലിങ്ക് ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഈ പി ടി ആർ എന്ന് പറയുന്ന അടുത്ത നോഡിലേക്ക് ട്രാവേഴ്സ് ചെയ്യും. ഓക്കെ, ദെൻ എഗെയിൻ ഞാൻ എന്ത് ചെയ്യുന്നു, വൈൽ പി ടി ആർ നള്ളാണോ നോക്കും. പി ടി ആർ നള്ളല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ നോഡിൻ്റെ ഡേറ്റ തന്നെ പ്രിൻ്റ് ചെയ്യാം. ദെൻ പി ടി ആറിനെ എഗെയിൻ ഞാൻ ഇതിലേക്ക് മൂവ് ചെയ്യുന്നു. എഗെയിൻ വന്നിട്ട് പി ടി ആർ നള്ളാണോ നോക്കും. പി ടി ആർ നള്ളല്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഡേറ്റ പ്രിൻ്റ് ചെയ്യുന്നു. പി ടി ആർ ഈക്വൽ ടു പി ടി ആർ ഡോട്ട് ലിങ്ക് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഇത് എല്ലാ നോഡും ട്രാവൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ പി ടി ആർ പോയിന്റ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടേക്കായിരിക്കും, പി ടി ആറിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന വാല്യൂ നള്ളായിരിക്കും. എഗെയിൻ നമ്മൾ പി ടി ആർ നോട്ട് ഈക്വൽ ടു നൾ എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ നൗ പി ടി ആറിൻ്റെ വാല്യൂ എന്താണ്, നള്ളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലൂപ്പ് ഒന്ന് പുറത്ത് വരും.
സോ ഇങ്ങനെയാണ് നമ്മൾ ട്രാവേഴ്സിങ് ചെയ്യുന്നത്. ഈ ഒരു ട്രാവേഴ്സൽ ഐഡിയ തന്നെയാണ് ലിങ്ക് ലിസ്റ്റിൻ്റെ ഓരോ ഓപ്പറേഷനിലും നമുക്ക് വേണ്ടത്. എങ്ങനെ നമുക്ക് ഈ ഓരോ നോഡുകളിലൂടെ മൂവ് ചെയ്ത് പോകാം എന്നുള്ളത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമുക്ക് പെർഫോം ചെയ്യേണ്ടുള്ളത് ഇൻസേർഷനാണ്. അപ്പോൾ ഇൻസേർഷൻ എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് അറേസിൽ പറഞ്ഞ പോലെയല്ല. നമുക്ക് പിന്നെ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. ഡൈനാമിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇഷ്ടാനുസരണം പുതിയ മെമ്മറി അലൊക്കേറ്റ് ചെയ്യാനും ഡീഅലൊക്കേറ്റ് ചെയ്യാനും ഒക്കെ പോസിബിൾ ആണ്. സോ ഇൻസേർഷനും അതുപോലെ തന്നെ നമുക്കൊരു ഓൾറെഡി ഉള്ള ഒരു ലിസ്റ്റിൻ്റെ ഫ്രണ്ടിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർഷൻ അറ്റ് ബിഗിനിങ് ഒരു ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ദെൻ ഇൻസേർഷൻ അറ്റ് എൻഡ്, ഓൾറെഡി ഉള്ള ലിസ്റ്റിൻ്റെ എൻഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ഓൺ ചെയ്യാം. അതല്ല ഒരു പെർട്ടിക്കുലർ നോഡിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ഇൻസേർഷൻ പോസിബിൾ ആണ്. സോ ഫസ്റ്റ് ഇൻസേർഷൻ അറ്റ് ദ ബിഗിനിങ്. അപ്പോൾ ഓൾറെഡി ഒരു ലിസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബിഗിനിങ്ങിലേക്കാണ് നമ്മൾക്ക് പുതിയൊരു നോഡിനെ ആഡ് ഓൺ ചെയ്യേണ്ടുള്ളത്. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു, പുതിയൊരു നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ പേരാണ് ടെംപ്. ഞാനതിനെ ടെംപ് എന്നാണ് വിളിക്കുന്നത്. ടെംപ് പോയിന്റ് ചെയ്യുന്നത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത നോഡിൻ്റെ അഡ്രസ്സാണ്. സോ ഇവിടെയായിട്ട് ഇപ്പോൾ നമുക്കറിയാം ലിങ്ക് ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ഹെഡിലായിരിക്കും ഇരിക്കുക. ദെൻ അടുത്തതായിട്ട് എനിക്ക് ഇവിടെ ഒരു പുതിയ നോഡിനെ എനിക്ക് ആഡ് ഓൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായിരിക്കും സ്വാഭാവികമായിട്ട് ചെയ്യുക, പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ടെംപ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലാണ് ഇരിക്കുന്നത്. ടെംപ് എന്ന് പറയുന്ന പോയിന്ററാണ് അതിൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുക. നൗ എന്ത് ചെയ്യുക, ഇപ്പോൾ ഹെഡിനകത്ത് ഇരിക്കുന്ന ഈ കറൻ്റ്ലി ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. സോ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്തായിരിക്കും, ഇപ്പോൾ ഹെഡിനകത്തിരിക്കുന്ന അഡ്രസ് വാല്യൂ ആർക്ക് അസൈൻ ചെയ്യണം, ഈ ടെംപിലേക്ക് അസൈൻ ചെയ്യണം. ടെംപിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക്. ഇതാണ് നമ്മുടെ ലിങ്ക് പാർട്ട്. ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ലിങ്ക് പാർട്ടും ഉണ്ടാവും, ഒരു ഡേറ്റ പാർട്ടും ഉണ്ടാവും. സോ ഇപ്പോൾ കറൻ്റ്ലി ഹെഡിൽ ഹോൾഡ് ചെയ്യുന്ന അഡ്രസ്സ് നമ്മുടെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ്. അതിൻ്റെ അഡ്രസ്സ് 1020 എന്ന് പറയുന്ന അഡ്രസ്സാണെന്ന് വിചാരിച്ചോ. സോ ഹെഡിൽ ഇപ്പോൾ ഇരിക്കുന്ന 1020 എന്ന് പറയുന്ന അഡ്രസ്സ് ഞാനപ്പോൾ അത് എന്തിലേക്ക് അസൈൻ ചെയ്യുന്നു, ടെംപ് എന്ന് പറയുന്ന പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത നോഡിൻ്റെ ടെംപ് ഡോട്ട് ലിങ്കിലേക്ക് ഞാൻ എന്ത് കൊടുക്കുന്നു, ആ വാല്യൂവിനെ അസൈൻ ചെയ്യുന്നു. ടെംപ് ഡോട്ട് ലിങ്ക് ഈസ് ഈക്വൽ ടു ഹെഡ്. സോ എന്ത് ചെയ്യും, ടെംപ് ഡോട്ട് ലിങ്കിലേക്ക് ഞാൻ ഈ 1020 എന്ന് പറയുന്ന നമ്പറിനെ ഹോൾഡ് ചെയ്യിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടെംപ് ആരെ പോയിന്റ് ചെയ്യും, ടെംപ് ഡോട്ട് ലിങ്ക് ആ ഫസ്റ്റ് നോഡിലേക്കായിരിക്കും ഇനി പോയിന്റ് ചെയ്യുക. സോ ഇനി നമുക്കിടെ ഫസ്റ്റ് നോഡെന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത നോഡാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെഡ് ഇനി പോയിന്റ് ചെയ്യേണ്ടുള്ള ആരെയാണ്, ഈ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത നോഡിനെയാണ്. സോ അടുത്ത് എന്ത് ചെയ്യണം, നമ്മുടെ ഹെഡിൻ്റെ പുതിയ വാല്യൂ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. നൗ നമ്മുടെ ഹെഡ് എന്ന് പറയുന്ന പോയിന്റ് ചെയ്യേണ്ടുള്ള ആരെയായിരിക്കണം, ടെംപിനെ ആയിരിക്കണം പോയിന്റ് ചെയ്യേണ്ടുള്ളത്. സോ ഹെഡ് ഈസ് ഈക്വൽ ടു ടെംപ് എന്ന് പറയുമ്പം എന്താ സംഭവിക്കുക, ഹെഡ് നൗ ഈ ഒരു കണക്ഷൻ നമ്മൾ കട്ട് ചെയ്തു, ഹെഡിൻ്റെ വാല്യൂ എന്തായിട്ട് അപ്ഡേറ്റ് ചെയ്തു, ടെംപിലേക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഹെഡ് പോയിന്റ് ചെയ്തിരിക്കുന്നത് ഈ ടെംപിലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈ ഒരു നോഡിനെ ഈ ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. സോ ഇതാണ് അതിൻ്റെ അൽഗോരിതം നടക്കുന്നത്. ടെംപ് ഡോട്ട് ലിങ്കിലേക്ക് നമ്മൾ ഹെഡ് എടുത്ത് വെക്കുക, ദെൻ പുതിയ ഹെഡായിട്ട് ടെംപിനെ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇൻസേർഷൻ അറ്റ് ദ ബിഗിനിങ് നടക്കുന്നത്. ഇൻസേർഷൻ അറ്റ് ദ ബിഗിനിങ്ങിൻ്റെ അൽഗോരിതമാണ് കൊടുത്തിരിക്കുന്നത്. പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുക, സ്ട്രക്ട് നോഡ് ടെംപ്. നമുക്ക് malloc ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, മെമ്മറി അലോക്കേറ്റ്, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഉപയോഗിച്ചിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യാം. ദെൻ അതിൻ്റെ വാല്യൂ ഇപ്പോൾ അലോക്കേറ്റ് ചെയ്തതിൽ മെമ്മറി പോസിബിൾ അല്ല, അതിൽ ആ ഒരു ഡേറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടെംപ് റിട്ടേൺ ചെയ്യുന്ന എന്തായിരിക്കും, നൾ എന്നുള്ള വാല്യൂ ആയിരിക്കും. സോ ടെംപ് നൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ നോഡിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഇഫ് ടെംപ് ഇക്വൽ ടു നൾ, മെമ്മറി അണ്ടർഫ്ലോ ആണ്, നമുക്ക് പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അതർവൈസ് എന്ത് ചെയ്യാം, ടെംപിൻ്റെ ഡേറ്റയിലേക്ക് നമ്മുടെ പുതിയ വാല്യൂവിനെ അസൈൻ ചെയ്യുക, ടെംപിൻ്റെ ലിങ്ക് എന്ന് പറയുന്ന ഹെഡിലേക്ക് അസൈൻ ചെയ്യുക, പുതിയ ഹെഡായിട്ട് ടെംപിനെ ചേഞ്ച് ചെയ്യുക. സോ ഇതാണ് ഇൻസേർഷൻ അറ്റ് ദ ബിഗിനിങ്.
ദെൻ ഇൻസേർഷൻ അറ്റ് ദ എൻഡ് എന്ന് പറയുമ്പം ഓൾറെഡി നമ്മുടെ ഈ ലിസ്റ്റിൻ്റെ എൻഡിലേക്ക് പുതിയ ഒരെണ്ണത്തിനെ ആഡ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുന്ന് ഫസ്റ്റ് നോഡിൽ നിന്ന് ട്രാവേഴ്സ് ചെയ്ത് ഈ ലാസ്റ്റ് നോഡ് വരെ വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എനിക്ക് പുതിയ നോഡിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വി വാണ്ട് ടു ഇൻസേർട്ട് എ ന്യൂ നോഡ് ടെമ്പ്. അതിനെ ഞാൻ ടെമ്പ് എന്നാണ് വിളിക്കുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ലിസ്റ്റിലേക്ക് പോകണം. സോ അതുകൊണ്ടാണ് നമ്മൾ ആ ട്രാവേഴ്സലിൻ്റെ ഐഡിയ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലിങ്ക് ലിസ്റ്റിൻ്റെ മെജോറിറ്റി ഓപ്പറേഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ആദ്യം എന്ത് ചെയ്യണം? ട്രാവേഴ്സ് ചെയ്ത് എനിക്ക് ഇവിടെ വരെ എത്തണം. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പോയിൻ്ററിനെ ആദ്യം ഞാൻ ഹെഡിലേക്ക് പോയിൻ്റ് ചെയ്യുന്നു. അപ്പോൾ പോയിൻ്റർ നള്ളാകുന്നത് വരേക്കും അതായത് പി ടി ആർ ഡോട്ട് ലിങ്ക് നള്ളാകുന്നത് വരേക്കും ഞാൻ എന്ത് ചെയ്യുന്നു? പി ടി ആറിനെ മൂവ് ചെയ്ത് വരുന്നു. സോ ആ വൈൽ ലൂപ്പിൽ നിന്ന് പുറത്ത് വരുമ്പോൾ നമ്മളുടെ പി ടി ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പി ടി ആർ എവിടേക്കായിരിക്കും പോകുന്നത്? ലാസ്റ്റ് നോഡിലേക്കായിരിക്കും പോയിന്റ് ചെയ്തിരിക്കുന്നത്. ദെൻ എന്ത് ചെയ്യുന്നു? പി ടി ആറിൻ്റെ ലിങ്കിലേക്ക് ഞാൻ ടെമ്പിനെ അപ്ഡേറ്റ് ചെയ്യുന്നു. ദെൻ ടെമ്പ് ഡോട്ട് ലിങ്ക് എന്ന് പറയുന്നത് നള്ളാണ്. ഓക്കെ, സോ ഒരു അൽഗോരിതം നിങ്ങൾക്ക് കാണാം. ആദ്യം പി ടി ആർ ഇസ് ഈക്വൽ ടു ഹെഡ് ആക്കി, ദെൻ പി ടി ആർ ഡോട്ട് ലിങ്ക് നോട്ട് ഈക്വൽ ടു നള്ളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. കാരണം എനിക്ക് ലാസ്റ്റ് നോഡ് വരെയാണ് പോയിന്റ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഈ അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യും നമുക്ക് നോക്കാം. ആദ്യം പി ടി ആറിൻ്റെ വാല്യൂ ഹെഡിലേക്ക് പോയിന്റ് ചെയ്യുന്നു. സോ പി ടി ആർ വിൽ ലുക്ക് ഇൻ ടു ദ ഫസ്റ്റ് നോഡ് ഇൻ ദ ലിസ്റ്റ്. ദെൻ പി ടി ആറിൻ്റെ ലിങ്ക് നള്ളാണോ നോക്കുന്നു? അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? പി ടി ആറിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. എഗെയിൻ പി ടി ആറിൻ്റെ ലിങ്ക് നള്ളാണോ നോക്കുന്നു? അല്ല. ദെൻ എഗെയിൻ എന്ത് ചെയ്യുന്നു? പി ടി ആറിനെ അടുത്തതിലേക്ക് മൂവ് ചെയ്യുന്നു. ദെൻ ഇവിടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് നോഡിലെത്തുമ്പം പി ടി ആറിൻ്റെ ലിങ്ക് പാർട്ട് എന്ന് പറയുന്നത് നള്ളാണ്. സോ അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നള്ളായിരിക്കുന്ന ഈ വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് മാറ്റണം. സോ ഇപ്പോൾ പി ടി ആർ പോയിന്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ലിങ്ക് ഞാൻ എന്താക്കി മാറ്റി? പുതുതായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ടെമ്പ് എന്ന് പറയുന്ന നോഡിൻ്റെ അഡ്രസ്സാക്കി മാറ്റി. സോ പി ടി ആർ ഡോട്ട് ലിങ്ക് ഇസ് ഈക്വൽ ടു ടെമ്പ് എന്ന് പറയുമ്പോൾ ഈ പി ടി ആർ എന്ന് പറയുന്ന നോഡിൻ്റെ ലിങ്ക് പാർട്ട് അടുത്ത നോഡിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുക. ദെൻ ഇതിൻ്റെ ഡേറ്റ നമുക്ക് അസൈൻ ചെയ്യാം. ദെൻ അതിൻ്റെ ലിങ്ക് പാർട്ട് എന്ന് പറയുന്നത് നള്ളാക്കി മാറ്റുകയും ചെയ്യാം. സോ ഈ രീതിയിലാണ് ഇൻസേർഷൻ അറ്റ് ദ എൻഡ് വർക്ക് ചെയ്യുന്നത്. ദെൻ ഇൻസേർഷൻ അറ്റ് എനി പൊസിഷൻ ഇൻ ദ ലിസ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് പൊസിഷനിലോ അത് നമുക്ക് ഏതെങ്കിലും ഒരു നോഡിന് ശേഷമോ ഒക്കെ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കീ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ ട്രാവേഴ്സ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ 3 നോഡുള്ള ഒരു എക്സാമ്പിളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. 10, 20, 30 എന്ന് പറയുന്ന 3 നോഡുണ്ട് ആ ലിസ്റ്റിൽ. എനിക്ക് 20 എന്ന് പറയുന്ന നോഡിന് ശേഷം പുതിയൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യണം. അതിന് 25 എന്നാണ് അതിൻ്റെ ഡേറ്റ. ഞാനതിനെ ടെമ്പ് എന്ന് വിളിച്ചു. സോ അപ്പോൾ എന്താണ് നമുക്കിവിടെ ചെയ്യേണ്ടി വരുന്ന കാര്യം? ഇവിടെ വരെ എത്തണമെങ്കിൽ ഈ ഒരു സെക്കൻഡ് നോഡിന് ശേഷമാണ് എനിക്ക് പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഐ ഷുഡ് ട്രാവൽ ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ ലിസ്റ്റ് ടു ദിസ് നോഡ്, അല്ലേ? അവിടെ വരെ ട്രാവേഴ്സ് ചെയ്ത് എത്തണം. അതെങ്ങനെ എത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുക. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഹെഡിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പി ടി ആർ ഈസ് ഈക്വൽ ടു ഹെഡ് ആക്കുക. ഇനി പി ടി ആറിൻ്റെ ഡേറ്റ എന്ന് പറയുന്ന 20, അതായത് 20ക്ക് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടുള്ളത്? പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യേണ്ടുള്ളത്. സോ പി ടി ആറിൻ്റെ ഡേറ്റ നോട്ട് ഈക്വൽ ടു 20 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ദെൻ പി ടി ആറിൻ്റെ ലിങ്ക് നള്ളാകുന്നത് വരേക്കും ദെൻ എന്ത് ചെയ്യുക? പി ടി ആറിനെ പി ടി ആർ ഡോട്ട് ലിങ്കിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. സോ ഇതിൻ്റെ ഡേറ്റ 20 ആണെന്ന് നോക്കും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അടുത്തതിലേക്ക് പി ടി ആറിനെ മൂവ് ചെയ്യാം. സോ രണ്ടാമത്തെ നോഡിലേക്ക് വന്നു. എഗെയിൻ എന്താ ചെക്ക് ചെയ്യുന്ന? പി ടി ആറിൻ്റെ ഡേറ്റ 20 ആണോ നോക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഈ നോഡിന് ശേഷമാണ് നമുക്ക് പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യേണ്ടുള്ളത്. സോ എന്ത് ചെയ്യും? നമ്മൾ പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യും. ഇപ്പോൾ പി ടി ആർ പോയിന്റ് ചെയ്തിരിക്കുന്ന നോഡിന് ശേഷമാണ് നമ്മൾ പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യേണ്ടുള്ളത്. സോ നമുക്ക് ലൊക്കേഷൻ കിട്ടി. ഇനി എന്താണ്? പി ടി ആർ ഡോട്ട് ലിങ്ക് നള്ളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്താണ്? സെർച്ച് ഫെയിലാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ക്രിയേറ്റ് ചെയ്ത നോഡിനെ ഞാൻ ടെമ്പ് എന്നാണ് വിളിക്കുന്നത്. ദെൻ പി ടി ആറിൻ്റെ ലിങ്കിലേക്ക് ഞാൻ എന്തെടുത്ത് വെക്കുന്നു? ആദ്യം തന്നെ നമുക്ക് പി ടി ആറിൻ്റെ ലിങ്കിലേക്ക് ഇതെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് നഷ്ടപ്പെടും? ഇതിന് ശേഷമുള്ള ഈ നോഡിൻ്റെ അഡ്രസ്സ് നഷ്ടപ്പെടും. സോ അത് നിങ്ങൾ ആലോചിക്കണം. സോ ഇനിഷ്യലി ഞാൻ ആദ്യം തന്നെ ഈ പി ടി ആറിൻ്റെ ലിങ്കിലേക്ക് ടെമ്പിനെ എടുത്ത് അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഓൾറെഡി ആരുടെ അഡ്രസ്സാണ് ഇരിക്കുന്നത്? ഇത് കഴിഞ്ഞിട്ടുള്ള നോഡിൻ്റെ അഡ്രസ്സാണ് ഇരിക്കുന്നത്. ഇത് ആദ്യം തന്നെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു അഡ്രസ്സ് വാല്യൂ മിസ്സാവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ കറൻ്റ്ലി
ഇരിക്കുന്ന പി ടി ആറിൻ്റെ ലിങ്കിൽ എന്താണോ ഇരിക്കുന്നത് അത് ഞാൻ ടെമ്പിൻ്റെ ലിങ്കിലേക്ക് ആദ്യം അസൈൻ ചെയ്യും. സോ ഞാൻ ആദ്യം ഫിക്സ് ചെയ്യുന്ന ഈ ഒരു ലിങ്കാണ് ഞാൻ ആദ്യം ഫിക്സ് ചെയ്യുന്നത്. സോ ടെമ്പ് ഡോട്ട് ലിങ്കിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, പി ടി ആറിൻ്റെ ലിങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന പി ടി ആറിൻ്റെ ലിങ്ക് ഇപ്പോൾ ഇരിക്കുന്നത് ഇങ്ങോട്ടാണ് ആ ഒരു കണക്ഷൻ ഉള്ളത്. ആ കണക്ഷൻ ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് അത് എങ്ങോട്ടേക്ക് കൊടുക്കുന്നു, ടെമ്പിൻ്റെ ലിങ്കിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നു. സോ പുതിയ നോഡിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാക്കി കൊടുക്കുമ്പോൾ പുതിയ നോഡ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇതിന് ശേഷമുള്ള നോഡ് പോയിന്റ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, പി ടി ആറിൻ്റെ ലിങ്കിലേക്ക് നമ്മളുടെ ഇപ്പോൾ ന്യൂലി ക്രിയേറ്റ് ചെയ്ത നോഡിൻ്റെ അഡ്രസ്സ് അസൈൻ ചെയ്ത് കൊടുക്കുക. സോ അതാണ് പി ടി ആർ ഡോട്ട് ലിങ്ക് ഇസ് ഈക്വൽ ടു ടെംപ് എന്ന് പറയുമ്പോൾ നടക്കുന്നത്. സോ അങ്ങനെയാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ നോഡിന് ശേഷം നമുക്ക് പുതിയൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസേർഷൻ കഴിഞ്ഞു. ദെൻ അടുത്ത നമുക്ക് ഡിലീഷനാണ്. അപ്പോൾ ഡിലീഷനും ഇതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ലൊക്കേഷനിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം, ലാസ്റ്റ് ലൊക്കേഷനിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം. ഒരു പെർട്ടിക്കുലർ ഡേറ്റയ്ക്ക് ശേഷമുള്ളതോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ പൊസിഷനിലുള്ളതോ ഒക്കെ നമുക്ക് ഡിലീഷൻ പോസിബിൾ ആണ്. സോ ഡിലീഷൻ ഫ്രം ദ ബിഗിനിങ് നമുക്ക് നോക്കാം. അപ്പോൾ ഡിലീഷൻ ഫ്രം ദ ബിഗിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ബിഗിനിങ്ങിൽ ഇരിക്കുന്ന ഒരു നോഡിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മളിത് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓൾറെഡി എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹെഡിൻ്റെ വാല്യൂ നള്ളാണെങ്കിൽ നമുക്ക് പറയാം ലിസ്റ്റ് എം ടി ആണെന്ന് പറയാം. ദെൻ ഇപ്പോൾ ഹെഡ് പോയിന്റ് ചെയ്തിരിക്കുന്ന ആരുടെയാണ്, ഫസ്റ്റ് നോഡിനെയാണ് ഹെഡ് ഇപ്പോൾ കറൻ്റ്ലി പോയിന്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ആരുടെ അഡ്രസ്സ് ഉണ്ട്, നമ്മുടെ അടുത്ത ആളുടെ അഡ്രസ്സ് ഉണ്ട്. സോ എന്താ ചെയ്യുക, ഇപ്പോൾ ഹെഡിൻ്റെ ലിങ്കിൽ ഇരിക്കുന്ന വാല്യൂ ഹെഡിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ ഹെഡിൻ്റെ ലിങ്കിൽ ഇരിക്കുന്ന വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും, ഹെഡ് ഡോട്ട് ലിങ്ക്. ആ ഹെഡ് ഡോട്ട് ലിങ്കിൽ ഇരിക്കുന്ന വാല്യൂ ഞാൻ ഹെഡിന് അസൈൻ ചെയ്ത് കൊടുക്കുമ്പം ഈ ഒരു കണക്ഷൻ എന്താവും, കട്ടായി ഹെഡിന് ഇതിൻ്റെ ലിങ്കിൽ ഓൾറെഡി പോയിന്റ് ചെയ്തിരിക്കുന്ന ആ രണ്ടാമത്തെ നോഡിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ഡിലീഷൻ ഫ്രം ദ ബിഗിനിങ് ചെയ്യുന്നത്. ദെൻ ഡിലീഷൻ ഫ്രം ദ എൻഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, എനിക്ക് ട്രാവേഴ്സ് ചെയ്ത് എനിക്ക് എൻഡ് ഓഫ് ദ ലിസ്റ്റിൽ വരെ എത്തേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിലീഷൻ ഫ്രം ദ എൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഈ ലിസ്റ്റിൻ്റെ ട്രാവേഴ്സൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഹെഡിൻ്റെ അഡ്രസ്സ് വേണം. അതായത് ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ഹെഡിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് എൻഡ് ഓഫ് ദ ലിസ്റ്റ് വരെ എത്തണം. ദെൻ ഇനി എന്താ ചെയ്യേണ്ടുള്ളത്, ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ ഇതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത്, അതായത് ഞാനിപ്പോൾ ഒരു പോയിൻ്റർ യൂസ് ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ പി ടി ആറിനെ ഞാൻ ആദ്യം ഹെഡിലേക്ക് പോയിന്റ് ചെയ്യുന്നു. പി ടി ആർ ഡോട്ട് ലിങ്ക് നള്ളാവുന്നത് വരേക്ക് മൂവ് ചെയ്ത് ഞാൻ ഇവിടെ വരെ എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ പി ടി ആർ ഇപ്പോൾ ഇതാണ്, പി ടി ആർ കറൻ്റ്ലി ഇവിടേക്ക് പോയിന്റ് ചെയ്യുന്നു. ഞാനപ്പോൾ പി ടി ആറിനെ ജസ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുവാണ്. പക്ഷേ എന്താണ് എനിക്ക് ഇവിടെ മിസ്സായി പോകുന്നത്, ഇതിന് തൊട്ട് മുന്നുള്ള നോഡിൻ്റെ ലിങ്ക് പാർട്ട് നമുക്ക് എന്തായിട്ട് അപ്ഡേറ്റ് ചെയ്യണം, നള്ളായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടി ഞാൻ ഇവിടെ 2 പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് നോഡിനെ നൊട്ടേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കറണ്ട് നോഡിനെ പോയിന്റ് ചെയ്യുന്നതിനുമായിട്ട് 2 പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അതിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്, അപ്പോൾ കറണ്ട് നോഡ് എന്ന് പറയുന്ന ഹെഡായിട്ടും പ്രീവിയസ് നോഡിനെ ഹെഡായിട്ടുമാണ് ഇനിഷ്യലി എടുക്കുന്നത്. ദെൻ കറണ്ടിൻ്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു നള്ളാകുന്നത് വരേക്ക് നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസും കറണ്ടും കറക്റ്റായിട്ട് ഫോളോ ചെയ്തു പോവുക. ദെൻ ഇതിൽ നിന്നും പുറത്ത് വരുമ്പോൾ നമുക്ക് എന്താണ്, എൻഡ് ഓഫ് ദ ലിസ്റ്റിലേക്ക് എത്തും. അപ്പോൾ അതായത് ഇവിടെ കറണ്ട് ലാസ്റ്റ് നോഡിൽ പോയിന്റ് ചെയ്യുന്നു, പ്രീവിയസ് എന്ന് പറയുമ്പോൾ അതിന് ലിങ്കിനെ പോയിന്റ് ചെയ്യും, തൊട്ട് മുന്നത്തെ നോഡിനെ ആയിരിക്കും പോയിന്റ് ചെയ്യുക. ദെൻ എന്താ ചെയ്യുന്ന, പ്രീവിയസിൻ്റെ നള്ളെന്ന് പറയുന്നത് എന്താക്കി, പ്രീവിയസിൻ്റെ ലിങ്ക് പാർട്ട് എന്ന് പറയുന്നത് എന്താക്കി മാറ്റുന്നു, നള്ളാക്കി മാറ്റുന്നു. സോ അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീഷൻ ഫ്രം ദ എൻഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. പ്രീവിയസിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് നള്ളാക്കി മാറ്റുന്നു. ഓക്കെ, ദെൻ ഡിലീഷൻ ഫ്രം എനി പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡേറ്റയ്ക്ക് ശേഷമുള്ള നോഡിനെയാണ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കുക. സപ്പോസ് നമുക്കിവിടെ ഒരു 4 എലമെൻ്റുള്ള 4 നോഡുകളുള്ള ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഡിലീറ്റ് എ നോഡ് 30 ഫ്രം ദ മിഡിൽ ഓഫ് ദ ലിസ്റ്റ്. ഇപ്പോൾ 30 എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന നോഡിനെയാണ് എനിക്ക് റിമൂവ് ചെയ്യേണ്ടുള്ളത്. അപ്പോൾ അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് എനിക്ക് ഇവിടെ വരെ എത്തി ജസ്റ്റ് ഇതിനെ അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെടും, ഇത് കഴിഞ്ഞുള്ള നോഡിൻ്റെ അഡ്രസ്സ് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഇതിന് തൊട്ട് മുന്നേ ഉള്ള നോഡിനെയും എനിക്ക് ആക്സസ് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു ലിങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പ്രീവിയസും കറണ്ട് നോഡും തമ്മിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അവരുടെ ലിങ്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു,
പ്രീവിയസും കറണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ കറണ്ട് നോഡിനെ പോയിന്റ് ചെയ്യും കറണ്ട് എന്നും പ്രീവിയസ് നോഡിനെയും പ്രീവിയസ് എന്നും പറഞ്ഞിട്ട് 2 പോയിന്റർ ഉണ്ട്. സോ ഓരോ നോഡ് മൂവ് ചെയ്ത് പോകുമ്പോഴും ഞാൻ പ്രീവിയസും കറണ്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ അപ്പം എനിക്ക് പർട്ടിക്കുലർ എൻ്റെ 30 എന്ന് പറയുന്ന ഡേറ്റയിൽ ഞാൻ എത്തിക്കഴിയുമ്പോഴത്തേക്കും എന്താ ചെയ്യുന്നത്, എനിക്ക് പ്രീവിയസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിന് തൊട്ട് മുന്നുള്ള നോഡിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കറണ്ട് നോഡ് എന്ന് പറയുന്നത് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. കറണ്ട് ഡോട്ട് ലിങ്ക് എന്ന് പറയുമ്പോൾ അടുത്ത നോഡിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കറണ്ട് നോഡിൻ്റെ ലിങ്കിൽ എനിക്ക് ഇതിന് ശേഷമുള്ള നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ട്. സോ ആ അഡ്രസ്സാണ് ഞാൻ എന്തായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത്, പ്രീവിയസ് നോഡിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത്. അതായത് പ്രീവിയസ് നോഡിൻ്റെ ലിങ്ക് എന്ന് പറയുന്ന ഈ ഒരു അഡ്രസ്സ് അല്ലേ, പ്രീവിയസ് നോഡിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഞാൻ എന്തിലേക്ക് പോയിന്റ് ചെയ്യുന്നു, കറണ്ട് നോഡിൻ്റെ ലിങ്കിലേക്ക് പോയിന്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കണക്ഷൻ നമുക്ക് ഇവിടുന്ന് ഈ ഒരു കണക്ഷൻ കട്ടായിട്ട് ഈ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവും. ദെൻ കറണ്ടിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് നള്ളാക്കി മാറ്റുന്നു. ഓക്കെ, സോ അതിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത് ഇതുപോലെയാണ്. കറണ്ടും പ്രീവിയസും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. കറണ്ട് ഡോട്ട് ലിങ്ക് നോട്ടിക്കൽ ടു നള്ളാകുന്നത് വരേക്കും, കറണ്ട് ഡോട്ട് ഡേറ്റ നോട്ടിക്കൽ ടു കീ ആകുന്നത് വരേക്കും നമ്മൾ പ്രീവിയസും കറണ്ടും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നു. ദെൻ കറണ്ട് നള്ളാണെന്നുണ്ടെങ്കിൽ എലമെൻറ്റ് നോട്ട് ഫൗണ്ട്, അതായത് എൻഡ് ഓഫ് ദി ലിസ്റ്റിൽ എത്തിയിട്ട് നമുക്ക് നോഡ് ഒരു മാച്ചും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എലമെൻറ്റ് നോട്ട് ഫൗണ്ട് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ പ്രീവിയസിൻ്റെ ലിങ്കിലേക്ക് കറണ്ടിൻ്റെ ലിങ്ക് എടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്നു. സോ ഈ ഒരു ഓപ്പറേഷനിലാണ് നമ്മൾ ആ ലിങ്ക് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് നമ്മുടെ ഡിലീഷൻ നടക്കുന്നത്. ദെൻ അടുത്തത് മെർജിങ്. അപ്പോൾ മെർജിങ്ങിൻ്റെ ഒരു ഐഡിയ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 ലിങ്ക് ലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഒന്നാമത്തെ ലിങ്ക് ലിസ്റ്റിന് ശേഷം രണ്ടാമത്തെ ലിങ്ക് ലിസ്റ്റിന് ഞാൻ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അപ്പം എന്തായിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരിക. സോ നമുക്ക് ഇപ്പോൾ ഫസ്റ്റിൻ്റെ എൻഡിലേക്കാണ് എനിക്ക് ആദ്യത്തെ നോഡിന് അടുത്ത ലിസ്റ്റിനെ ആഡ് ഓൺ ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് ലൈക്ക് കോൺകാറ്റിനേഷൻ ഓപ്പറേഷൻ നിങ്ങൾ ഓർക്കുക. അപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്ത് ഫസ്റ്റ് ലിങ്കിൻ്റെ ലാസ്റ്റ് നോഡ് വരെ ട്രാവേഴ്സ് ചെയ്ത് വരിക. ദെൻ അതിൻ്റെ നെക്സ്റ്റ് എന്തിലേക്ക് പോയിന്റ് ചെയ്താൽ മതി, ഹെഡിലേക്ക് പോയിന്റ് ചെയ്താൽ പോരെ. സോ അതാണ് അവിടെ നടക്കുക. ആദ്യം PTR = head 1 ഫസ്റ്റ് ലിസ്റ്റിന് പോയിന്റ് ചെയ്യുക. PTRൻ്റെ ലിങ്ക് നള്ളാവുന്നത് വരേക്ക് നമ്മൾ ട്രാവൽ ചെയ്ത് ലാസ്റ്റ് നോഡ് വരെ എത്തുക. ദെൻ ഇനി അതിൻ്റെ ലിങ്കിലേക്ക് ഹെഡ് 2നെ എടുത്ത് അസൈൻ ചെയ്ത് കൊടുക്കുക. സോ അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ട്രാവേഴ്സ് ചെയ്ത് എനിക്ക് ഇവിടെ വരെ വരണം. അപ്പോൾ എൻ്റെ PTRൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് നള്ളാവുന്നത് വരേക്ക് ഞാൻ ഇവിടെ വരെ വന്നു. PTRൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് നള്ളായി. സോ അവിടത്തേക്ക് ഞാൻ ഇനി എന്തായിരിക്കും ഇനി ലിങ്ക് ചെയ്യേണ്ടുള്ളത്, അടുത്ത ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ്. അടുത്ത ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ആരുടെ കയ്യിലുണ്ട്, ഹെഡ് 2ലാണ് ഇരിക്കുന്നത്. സോ ഇപ്പോഴത്തെ ഈ PTRൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് എന്തായിട്ട് അപ്ഡേറ്റ് ചെയ്യണം, ഹെഡ് 2 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. സോ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നള്ള് മാറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, ദെൻ എനിക്ക് ഇവിടെ ഞാൻ ഹെഡ് 2ന് ജസ്റ്റ് റിട്ടേൺ ചെയ്യുന്നുണ്ട് പുതിയ നോഡിൻ്റെ, അതായത് രണ്ടാമത്തെ നോഡിൻ്റെ ഹെഡ് എന്താണെന്നുള്ളത്. ദെൻ ഇവരെ എല്ലാവരുടെയും കൂടെ ചേർത്ത് ഹെഡ് എന്ന് പറയുന്ന ആരാണ്, ഇപ്പോൾ നമ്മുടെ ഹെഡ് 1 ആണ്. ഈ 4 നോഡുകളെയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ലിസ്റ്റിൻ്റെ ഹെഡ്. ഓക്കെ, ഹെഡ് = head 1 ആക്കി. സോ അങ്ങനെയാണ് നമ്മളുടെ മെർജിങ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സിംഗിൾ ലിങ്ക് ലിസ്റ്റിൻ്റെ മേജർ ഓപ്പറേഷൻസ് ആയിട്ട് പറയാനുള്ളത്. ഇത് കൂടാതെ കോപ്പിംഗ് ഉണ്ട്, അങ്ങനെ കുറേയധികം ഓപ്പറേഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഈ ട്രാവേഴ്സൽ ഐഡിയ പിടികിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ചെയ്യാൻ എളുപ്പമായിരിക്കും. താങ്ക് യു.